ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ വയലിൽ അന്ന് നെല്ലെല്ലാം വിളഞ്ഞ് നിൽക്കുന്നത് കാണിച്ചു തന്നിട്ടില്ലേ. അപ്പോൾ അതിൽ നിന്ന് കൊയ്യലാണ് കേട്ടോ. മൂരൽ കൊയ്യൽ എന്നെല്ലാം പറയും. അപ്പോൾ ഒരാളെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അമ്മയും കൂടി കൂടാന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ അമ്മേനെ ഞാൻ കൂട്ടാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം കാണാം കേട്ടോ. അപ്പോൾ കണ്ട അമ്മയും ആന്തേച്ചിയും ആടുന്ന് വയലിൽ നിന്ന് മൂരുന്നുണ്ട് കേട്ടോ. ആദ്യം കൊയ്യുന്നെന്നാ പറയുന്നറിയില്ല, ഓരോ സ്ഥലത്ത് ഓരോ ഭാഷയല്ലേ. അപ്പോൾ ഇതാ അമ്മ വെയിലാണ്, ഇവിടുന്ന് മൂരലേനും നല്ല വെയിൽ. നമ്മള് രാവിലെ മൂരലാണ്. ആനന്ദേച്ചിനെയും കിട്ടിയിട്ടുണ്ടായിന്. ആനന്ദേച്ചി പിന്നെ വെയിലത്ത് കയ്യിലാണെന്നെല്ലാം പറഞ്ഞാന്ന്. പിന്നെ ഞാൻ പറഞ്ഞു, ആനന്ദേച്ചി നിങ്ങൾ ഇതെടുത്ത് ശീലമുള്ളതല്ലേ, എങ്ങനെയും ഇരിക്ക ഭാഗമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിന്. നമ്മളാവും പോലെ 2 കണ്ടം മൂർന്ന് ഇപ്പം കുടുക്കലാണ്. വണ്ടി വന്നില്ല, വണ്ടി വരുന്നെല്ലാം പറയുന്നുണ്ട്. വണ്ടി വരുന്നവരെ കാത്തുക്കാൻ കഴിയില്ല. പന്നി വന്നിട്ട് ഒന്നും വെച്ചേക്കുന്നില്ല. തെച്ചതാ ഏട്ടൻ്റെ എല്ലാം പന്നി വന്ന് തെരഞ്ഞിട്ട് ഒന്നുമില്ല. അതാ വെളിച്ചൻ്റെ മൂർന്ന് മോളെ അത് അവിടെ അട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടുള്ള വിലതെല്ലാം കഴിഞ്ഞല്ലേ? കുറേ ആളെ മൂർന്ന്, ഇനി കുറച്ചാളെ മൂരാനുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ആൻറ്റേച്ചി, നമ്മളെ സ്വന്തം അമ്മേൻ്റെ സ്വന്തം ആളാണ് അല്ലേ? അതെ, സ്വന്തമാണ്. ആ ചെറുപ്പത്തിലേ ഇവള് ഈ നാട്ടിൽ വന്നേരെ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തമാണ്. എവിടെ പോകുന്നുണ്ടെങ്കിൽ ഒന്നിച്ചേ പോവുള്ളൂ അങ്ങനെ. അതെ, ഇപ്പൊ നമ്മളന്ന് ടൂർ പോയ സമയത്തെല്ലാം ആന്തേശെല്ലാം ഉണ്ടായിരുന്നു. ഉണ്ടായി. നമ്മളെ ഒരു വർത്തമാനം പറയുന്നത് ഇതിനകത്ത് തന്നെയല്ലേ ഇട്ടേ. വർത്തമാനം പറയുന്നതിലുണ്ട്. പിന്നെ കാവേച്ചിന്റെ ഫ്രണ്ട് അമ്മുവേച്ചീൻ്റെ അമ്മയാണ്. അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അല്ലേ? അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. അപ്പൊ പണിയെടുത്ത് തളർന്നു. വെയിലിന്റെ ചൂട് കൊണ്ടാണ് പണിയെടുത്ത് തളർന്നേ. മറ്റ് പണി അങ്ങനെ പാഴ്ച പണി എടുത്തിട്ടല്ല, ചൂട് എടുക്കാൻ കഴിയുന്നില്ല. ആന്തേച്ചി അംഗനവാടിയിലേനു, ഇപ്പൊ റിട്ടയർഡ് ആയതിനു ശേഷമാണ്. അതെ, കഴിഞ്ഞ ഏപ്രിലാണ് റിട്ടയർഡ് ആയിന് അംഗൻവാടിയിൽ നിന്ന്. അതിന് ശേഷം പിന്നെ കൃഷിയിലേക്കും. അതിലിടയ്ക്ക് കൃഷി ഇഷ്ടാണ്. വീടിന്റെ അടുത്താണ്. അപ്പൊ വീട് അടുത്താണ്, ഇതിന്റെ അരുവത്താണ്. അന്നേരം ഇങ്ങനെ വരും, ഹെൽപ്പ് ചെയ്യും. അമ്മ ആരും കിട്ടായിട്ട് ഇങ്ങനെ ഇന്നലെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നേരമാണ് ആൻറ്റീസിന് കിട്ടിയത്. അതുകൊണ്ട് ഇത്രയും ആക്കാൻ പറ്റിയല്ലേ? വലിയച്ഛൻ്റെ മൂരുമ്പം തന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു, തേച്ചും പന്നി, വലിയച്ഛൻ്റെ കണ്ടം തെച്ചും പന്നി കൊറ്റീന്. അപ്പൊ ഞാൻ പറഞ്ഞു, സുമേന്റെ കണ്ടം മൂരിന്, അല്ലെങ്കിൽ സുമേന്റെ കണ്ടത്ത് പന്നി ഇടണമെങ്കിൽ പിന്നെ മൂർന്ന് എടുക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഇന്ന് രാവിലെ തന്നെ വന്ന് മൂറിനെ. അതെ, ശരിക്കും ഇങ്ങനെല്ലാം പറഞ്ഞുതരാൻ ആളുള്ളതുകൊണ്ട് നമ്മളെ ഇങ്ങോട്ട് വരാനൊന്നും സമയമൊന്നും ഇല്ലല്ലോ. ഞാൻ കണ്ട അക്കുയും കൊണ്ടും കേട്ടാ, ഇങ്ങനെ പോകുമ്പോ വരുമ്പോ എല്ലാം ഉള്ളവരെ എന്നെ പറഞ്ഞിട്ട് സമയാസമയം ചെയ്യേണ്ട പണിയെല്ലാം എന്നെ വിളിച്ചു പറയും. ഞാൻ തന്നെ പറയും, സുമയെ കൊണ്ടത്തിൽ വെള്ളമില്ല. അങ്ങനെ മൂരാനാരും നെല്ല് വളഞ്ഞിട്ടുണ്ട് സുമയ, നെല്ലെന്താ പിന്നെ മൂരണ എല്ലാരും അതിൻ്റെ അകത്തും പന്നി കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സുമ എന്നാ പിന്നെ നമുക്ക് മൂരിന് ആനന്ദിച്ചൊന്ന് നിൽക്കുന്ന് പറഞ്ഞു. ഞാൻ രാവിലെ വന്നു. പിന്നെ ചെറുപയറെല്ലാം ആക്കുന്ന സമയത്ത് ആന്തേച്ചി തന്നെയാന്ന് പറയല്, ഇതായിട്ടുണ്ടേന്നല്ലോ. രാവിലെ 7 മണിക്ക് വന്നിന് കണ്ടത്തിൽ വിരാശം ഉണ്ടെങ്കിൽ പറിച്ചെടുക്കുകയും ചെയ്യും. അമ്മയെ പറിക്കാൻ വന്ന് കൂടുകയും ചെയ്യും. നമുക്ക് അത്ര നമ്മളോട് സഹായം ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ കണ്ടെല്ലാം നടക്കുന്നത്. ഞാനേട്ടാ മൂരുന്ന് കത്തി ലേശം മടിക്ക് മൂര. അതെ, ഒന്ന് മൂരുന്നതൊന്ന് കൊറേ ആൾക്കാർക്കൊന്നും ഇത് അറിയാത്തവരുണ്ടാവും അല്ലേ? മോളെ മൂർന്നിട്ട് ഇന്ന് നമ്മള് 2 കണ്ട മൂർന്നത് ആടെ അട്ടി വെക്കലാന്ന്. ഇന്ന് തല്ലല് നടക്കൂലല്ലോ. അപ്പൊ ആന്റിച്ച് പറഞ്ഞു ഇതെല്ലാം ഒന്ന് ഇത് കല്ലിലിട്ട് തല്ലിയിട്ട് അതിന്റെ ഇതാ നല്ല വിളഞ്ഞു നിൽക്കുന്ന നെല്ല്. ഇപ്പം നമ്മളെല്ലാം പോയാ പിന്നെ ഇത് ആരും മൂരിലും പിടിക്കൊന്നും ഉണ്ടാവില്ല. അതന്നെ, ചെറുപ്പക്കാരൊന്നും ഇത് പഠിക്കുന്നില്ല. എല്ലാം അങ്ങനെ ഇപ്പം തന്നെ നമ്മളിത് കഴിഞ്ഞൊല്ലൊന്നും നടത്തിച്ചിട്ടില്ലല്ലോ. ഇല്ല, നമ്മളല്ലേ. അതെ, ഇവർക്ക് കൊടുക്കുവായിരുന്നു. ഇവര് നെല്ല് കൊണ്ടു തരും അല്ലേ? അങ്ങനെ നട്ടിട്ട് അതിന്റെ നെല്ല് ലേശം നെല്ല് കൊണ്ടു തന്നെ. അതെ, അതിന് സുമ ചോദിക്കൊന്നുമില്ല. എന്നാലും നമ്മള് കുറച്ച് നമ്മളെ സ്ഥലം നിങ്ങൾ നല്ല നമ്മളവിടെ കുറച്ച് കൊണ്ടുവരും, അത്ര തന്നെ. ആന്റി നെല്ല് ഇതുവരെ ആന്റേച്ചലെ നടന്ന് നെല്ല് കൊടുത്താന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടാ. എന്നാലും നമ്മളെ ഒരു ഇതിന് നമ്മൾ കൊണ്ടു കൊടുക്കും. അതാണ് അല്ലേ? ഇതാ ഇത്രയും മൂർന്ന് വെച്ചിട്ടുണ്ട് കേട്ടാ ഈ പൊരിഞ്ഞ വെയിലത്ത്.
ഇനി ഈ കറ്റ എടുത്തിട്ട് മുട്ടിയിട്ട് നെല്ലെടുക്കും. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടാ മൂരുന്നത്. നെല്ല് മോശമൊന്നുമല്ല. ഇതെന്നാ പച്ചക്കളർ ആവാറില്ല? അല്ല, ഇത് പിന്നെ ഈ കൊട്ടവെള്ളം വെച്ചുന്നതിൻ്റെ അരിക്കായതുകൊണ്ടാണ് ഈ നെല്ല് കുറച്ച് മോശം. മറ്റേ നെല്ലിൻ്റെ അത്ര നല്ല നെല്ലല്ല ഇത്. ഇതങ്ങനെ വെളിയില്ല. ഇവിടെ എപ്പോഴും തണലായിട്ട് നല്ല വെയിൽ വേണം. നെല്ല് വേഗം വളഞ്ഞു കിട്ടുന്നുണ്ട്. വെയിൽ വേണല്ലേ, അതുകൊണ്ടല്ലേ ഈ വയലില് നെൽകൃഷി. വെള്ളം ഒറ്റുന്നിടത്ത് കൃഷി നന്നാവൂല. ഇവിടെ തൈന്റെയും മാവിന്റെ എല്ലാം ഇത് എന്ത് വിത്താന്ന്? ഉമ ഇതല്ലോ ഇല്ലേ? ഉമ, ജയ. ഉമയുണ്ട്, ജയുണ്ട്, പിന്നെ പലതരം വിത്തുണ്ട്. കണ്ണിക്കുറിയനും തവളക്കണ്ണനും ഓടച്ചനും. ഇത് ഉമ. അതൊക്കെ ഞാൻ ചെറുപ്പത്തിലെല്ലാം പോലുണ്ട്. പക്ഷെ ഇപ്പൊ കുറെ കൊല്ലമായിട്ട് അംഗൻവാടി ആയതുകൊണ്ട് ഇടക്കിടക്കെല്ലാം പോകും. ശരിക്കും ഒരു ഇൻട്രസ്റ്റ് വേണം ഇതല്ലേ? താല്പര്യം ഇല്ലെങ്കിലും നടക്കും. എനക്കും അതെ ഇത് അമ്മക്കും ഇഷ്ടമാണ്. എനക്ക് ഇഷ്ടമാണ്, എല്ലാ പണിയെടുക്കാൻ എനക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ നടുവേദന വരുന്നു, എന്നാന്നറിയില്ല. കൃഷിപ്പണി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും മക്കള് പറയുന്നുണ്ട് അപ്പൊ എന്തിനാണ് പോകുന്ന വേലു കൊള്ളാന്നല്ല. നമുക്ക് ഇഷ്ടായ പിന്നെ കൂടാണ്ട് കഴിയില്ലല്ലോ. അതെ, എന്തിനാന്ന് പോകുന്നത് നമ്മളും അമ്മേനോട് പറയും. ഇവര് തന്നെ പറയും. കാവ്യ രാവിലെ വിളിച്ചിട്ട് മോള് പറയുന്നുണ്ട്, അമ്മ എന്തിനാമ്മ വെയില് കൊള്ളുന്നത്, വെയില് കൊള്ളാൻ പോകുന്നത്. അതെ, അത് പറയും. എന്നോടും പറയുന്നുണ്ട്. ഇതെല്ലാം പക്ഷേങ്കില് പിന്നെ ഇതെല്ലാം നശിച്ചു പോകും. ഇവർക്കൊന്നും ശരിക്കും കണ്ടം പോലും അറിയില്ല എവിടെയാന്ന്. ഇവക്ക് പിന്നെ അറിയാം. ഞാൻ പിന്നെ അമ്മേന്റെ അപ്പുറം വരുവോ പച്ചക്കറി നടാൻ വെള്ളം. എനിക്ക് ഇഷ്ടാ പച്ചക്കറിക്ക് വെള്ളം ഒഴിക്കാനല്ലോ, നടാന്. കാവേശം നാട്ടിലില്ലല്ലോ, കണ്ടിട്ടേ ഇല്ലല്ലോ. ഞാനിങ്ങനെ ബാക്കിൽ എപ്പോഴും വരും എന്തുണ്ടെങ്കിലും. പച്ചക്കറി നടാൻ അതാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് പണ്ട് സ്കൂള് വിട്ട് വരുമ്പോ ഇല്ലേ വീട് നിറച്ച് നെല്ലായിരിക്കും. അന്നേരം നമുക്ക് ദേഷ്യം വരില്ല, സത്യം പറയാലോ. കാരണം അന്നേരം അമ്മ ഫുൾ ബിസി ആയിരിക്കും. അമ്മ ഫ്രീ ആണോ? വീട്ടിൽ തന്നെ പോകണം. അതെല്ലാ മക്കൾക്കും ഞാനിപ്പോ ഈ വരുന്നതെന്ന് എന്റെ മക്കൾക്ക് ഇഷ്ടമല്ല. എന്നാ പറയാ, അതെ, വീട്ടിൽ തന്നെ ഉണ്ടായാല് ശരിയാ. പിന്നെ എനക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാരും കാർഷിക മേഖലയില് ഇറങ്ങി വരണം എന്നാന്നൊരു പറയാനുള്ളത്. വീഡിയോ കാണുന്നവരെല്ലാം പറ്റുന്നവര്. നമ്മളിങ്ങനെ ആയാല് നമ്മള് വിഷം ഉള്ള അരിയെല്ലാം കൊണ്ടുവന്നിട്ടാണ് കഴിക്കുന്നത്. അതെ, ഇപ്പൊ പിന്നെയും കൃഷിയിലേക്ക്. ഇപ്പൊ ടൗണിലെല്ലാം ഉള്ള വീടുകളിലെല്ലാം രണ്ടാമത്തെ നിലയിലെല്ലാം കൃഷിയെല്ലാം ചെയ്യുന്നുണ്ട് കൊറേ ആൾക്കാർ. പച്ചക്കറിയെല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട്. നല്ല ഇടുന്ന് നല്ലോണം കിട്ടും അല്ലേ വയലിന്ന്? സൂര്യപ്രകാശം അടിക്കുന്നിടത്താണ് ഏറ്റവും നല്ല പച്ചക്കറി. അതെ, അങ്ങനെയാണ് ഉള്ളത്. മൂരണ്ട വിചാരിച്ചിട്ട് ടെൻഷനാണ് എനിക്ക്. മൂർന്നില്ലേ? നിധി പോലെ ആന്റേച്ചിനെ കിട്ടി. അത്രേ പറയാനുള്ളൂ. അതുകൊണ്ട് ഇന്ന് 2 കണ്ട മൂർന്നിട്ടായി. ഇനിയിപ്പൊ നാളെയും കൂടി ഉണ്ടായാലും മൂർന്നിട്ട് 2 കണ്ട നിങ്ങള് മാത്രം മൂർന്നല്ലേ? നമ്മള് രണ്ടാളും കൂടി. ആന്റേച്ചി 7 മണിക്ക് വന്നിനി. രാവിലെ വന്നു ആന്റേച്ചി. അതുകൊണ്ട് വേറെ സ്പീഡിൽ ആന്റേച്ചി മൂരാനെ ഭയങ്കര അതുകൊണ്ട് ആയി. ഇനിയിപ്പോ എല്ലാം വിരിച്ച് വെച്ച് എല്ലാം കട്ടിയെല്ലാം കെട്ടി അവിടെ വെച്ചു. ഇനിയിപ്പോ നാളെ തല്ലണം. നാളെ ഇപ്പൊ എന്റെ തള്ളല് പണിയാന്ന് എനക്ക്. തല്ല ഞാനും കൂടാ കൂടിയിട്ട് നാളെ പണിയുണ്ട്. എല്ലാം എടുക്കണം. നമ്മൾ കഴിയുന്നവര് കഴിയും പോലെ എല്ലാ പണിയും എടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ചിലവർക്ക് ഈ മടി കൊണ്ട് എടുക്കാണ്ടിരിക്കുന്നവരും ഉണ്ട്. അല്ലേ ആന്റേച്ചി? ജോലിക്ക് പോണ്ടേ? ജോലിക്ക് പോണം. പക്ഷെ എനിക്ക് ഇഷ്ടം ഇങ്ങനെ ചൊറിച്ചപ്പണിയെല്ലാം എടുക്കാനല്ലോ. എന്നാ പിന്നെ അമ്മേന്റെ പേര് ഒരു കല്ല് വെക്കുക, തല്ലാൻ കൂടുക. ഞാനപ്പോഴത്തേക്ക് മൂരു. നാളെ എപ്പ ഡ്യൂട്ടി നോക്കട്ടെ, അതനുസരിച്ച് ഞാൻ വരും. ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാവിലെ വരുക. എന്നിട്ട് പിന്നെ മൂരാനുള്ളവര് മൂരുക. ഞാൻ തല്ലുവാ വേണ്ടത്. കല്ല് വേണ്ടേ? കല്ലെല്ലാം ശേഖരിക്കും രാവിലെ.
വെല്ലിച്ചന്റെ വീടിന് തന്നെയാ തല്ലിയത്? വെല്ലിച്ചനിപ്പോ ഒരു ടൂറ് പോയിട്ടാവില്ല, അതുകൊണ്ട് വെല്ലിച്ചനെല്ലാം മൂർന്നിട്ടെല്ലാം കട്ടി അട്ടി വെച്ചിട്ട് ഞാൻ വെല്ലിച്ചന്റെ മൂർന്നു. വെല്ലിച്ചന്റെ മൂർന്നു, വേറെ ആളെയും കൂട്ടി മൂർന്നു. വെല്ലിച്ചനും വെല്ലുമ്മയും ടൂർ പോയിട്ടുണ്ട്. ഇന്ന് രാത്രിയാ പോന്ന്, അതുകൊണ്ട് തിരിച്ചു വന്നാല് കറ്റതല്ലോ. അന്നേരം ഇത് മഴയൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? നല്ല പുങ്കിയെടുത്തോളം വേഗം കല്ലുമെന്ന് തല്ലുമ്പോ വേഗം ഉതിർന്നു കിട്ടും. അതെ, പന്നി ശല്യാണ് ഭയങ്കര. പന്നീന് എന്നാ വേണ്ട, ഒന്നും അവതല്ലല്ലോ. വെല്ലിച്ചൻ പറഞ്ഞത് അതുകൊണ്ട് ഇനി ഞാൻ എടുക്കുന്നില്ല എന്നെല്ലാം ഉണ്ട് പന്നി. അത് വെല്ലിച്ചൻ അങ്ങനെ പറയും, പക്ഷെ വെല്ലിച്ചൻ ആദ്യം വെല്ലിച്ചൻ എപ്പം പറയും, മറ്റേ ചെറുപയർ ഓടുമ്പോ എല്ലാം പറയും ഇനി ഞാനില്ല ഈ വർഷത്തേക്ക്. പക്ഷെ ഫസ്റ്റ് വെല്ലിച്ചൻ ആദ്യം ആക്കും. അതാ വെല്ലിച്ചൻ ഈ പറയും പോലെ കൃഷിയോട് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം. വെല്ലിച്ചനെ ഞാൻ മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ട് കേട്ടോ, റബ്ബർ ഷീറ്റ് അടിക്കുന്നതെല്ലാം. പക്ഷെ ഞാൻ പിറ്റേന്ന് വരലാൻ നിൽക്കൂല, അതിലിടക്കിടക്ക് കണ്ടത്തിന് വരുന്ന തിരക്കായിരിക്കും. ഇത് ഒന്നല്ലാന്നല്ലപ്പ ഈ വെള്ളം കൊട്ടവെള്ളം വെച്ചെടുത്തായത്. ചായ വാങ്ങിയിട്ട് കൊണ്ടായിരുന്നാ ആന്തേച്ചി? ചായ വേണ്ട, ഇപ്പൊ മാങ്ങൊന്നും വേണ്ട, നിങ്ങൾക്ക് അങ്ങോട്ട് പോണ്ടേ? ചായ എടുത്തിട്ട് വന്നാ മതിയെന്നു അല്ലേ? പിന്നെ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 4 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അത് ഏതാന്ന് വെച്ചാല് നമ്മളെ ജാസ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു മീറ്റിംഗ് ഉണ്ട് സബ് സെന്ററിൽ. അത് ജനകീയ ആരോഗ്യ സമിതി എന്ന് പറഞ്ഞിട്ടൊരു മീറ്റിംഗ്. അപ്പോൾ ഞാൻ ആശാ വർക്കർ ആയതുകൊണ്ട് ഞാൻ അതിൽ കമ്മിറ്റിയിലുള്ളതാണ്, നമ്മൾ തീർച്ചയായിട്ടും പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ സിസ്റ്റർ വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഞാൻ സിസ്റ്റർ ഇങ്ങനെ ഇത് മുരാൻ വന്നുകൊണ്ടാന്ന് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 4 മണിക്ക് പോകണം. പോയിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെയും കണ്ടത്തിലേക്ക് തന്നെയാണ് വരേണ്ടത്. അതുവരെ ആന്തേച്ചി ഇരുന്ന് ഒറ്റക്ക് ആക്കണം. നല്ല ആക്കിയാൽ മതി കേട്ടോ, തണലത്തുനിന്ന് ആക്കിയാൽ മതി. ആക്കിയിട്ട് ആക്കട്ടെ അപ്പളേക്ക്. ആന്തേച്ചി ഒന്ന് കത്തി എവിടെ വെക്കുക? കത്തി. അപ്പോൾ അമ്മേനെ കൊണ്ടാക്കിയിട്ട് വേഗം വരാട്ടോ. ആന്തേച്ചി എന്നാ വേഗം വരാ. ആന്തേച്ചി എന്നാ വേഗം വരുവേ. ഓക്കെ. അപ്പൊ ഇതാ വയലിൽ നിന്ന് വന്ന അമ്മ ഫ്രഷ് ആയി, അമ്മ മീറ്റിങ്ങിന് പോവാ. എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ ഒരു മീറ്റിംഗ് ഉണ്ട്, ഇനി മീറ്റിങ്ങിന് എന്തായാലും പോണ്ടയാണ്. അപ്പോൾ പോയിട്ട് വേഗം ഒന്ന് മീറ്റിങ്ങിന്റെ അടുത്ത് വേഗം തിരിച്ചു വരണം, എന്നിട്ട് വേണം വയലിൽ പോവാൻ. ഫുൾ ബിസി തന്നെ. അപ്പോൾ അമ്മേനെ മീറ്റിങ്ങിന് കൊണ്ടാക്കിയിട്ട് വേഗം വരാട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചാദ്യം വയലിൽ നിന്ന് എത്തിയിട്ടാ. അപ്പോൾ ഈ മുറിഞ്ഞിട്ടുള്ള ഈ കറ്റിയെല്ലാം എടുത്തിട്ട് ഇങ്ങനെ അട്ടി വെക്കട്ട്, എന്നിട്ട് വേഗം ചായയും കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകണം. ഒരുപാട് സമയമായി കേട്ടോ. അങ്ങനെ നമ്മൾ കൊണ്ടിടുക ചെയ്യുന്ന കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ പണി തീർന്നു കേട്ടോ. അപ്പോൾ വേഗം ചായ കുടിച്ചിട്ട് വേഗം വീട്ടിലേക്ക് പോകാൻ നോക്കുന്ന സമയം ഒരുപാടായി. അപ്പോൾ ഇന്നത്തെ ചായയും ബോണ്ടിയുമാണേ. അപ്പോൾ ഇതാ ബോണ്ടി കൂടി കഴിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇന്ന് കഴിഞ്ഞു, ഇനി നാളെ ആദ്യം കുറച്ചും കൂടി മുരാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.